സാവധാനത്തിലും ആഴത്തിലും ശ്വാസമെടുക്കുക. കൂടുതൽ വായിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം നിർത്തുക. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വെറും വാക്കുകളല്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തിയിട്ടില്ലാത്ത ഒരു ഹൃദയത്തിൽ നിന്നുള്ള സന്ദേശമാണിത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ 3 വലിയ തീരുമാനങ്ങളെടുക്കുന്നു. ഈ തീരുമാനങ്ങൾ ലഘുവായതോ ആകസ്മികമോ ക്രമരഹിതമോ അല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നതിലും വളരെ ആഴത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അവ വരുന്നത്. ഇത് ഉപരിതല തലത്തിലുള്ള വികാരമല്ല, ഇത് വെറും ആകർഷണമല്ല, ഈ കാലക്രമേണ മങ്ങിപ്പോകുന്ന ജിജ്ഞാസയല്ല. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ വിധിയെക്കുറിച്ച് വളരെ കാലമായി അവർ നെഞ്ചിൽ സൂക്ഷിച്ചിരിക്കുന്ന വികാരങ്ങളെക്കുറിച്ച് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ഹൃദയത്തിന്റെ അരികിൽ നിൽക്കുന്ന ഒരാളാണിത്. ഇന്ന് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് പതുക്കെ, ആഴത്തിൽ എടുക്കുന്ന 3 പ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു. ഈ തിരഞ്ഞെടുപ്പുകൾ അവർ ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് രീതിയെ എല്ലാ ദിവസവും രൂപപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന്. സുഖമായിരിക്കുക, പതുക്കെ വായിക്കുക. ഓരോ വാക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങട്ടെ. തീരുമാനം 1. എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്തേക്ക് ഞാൻ നിന്നെ വിടണോ? അവർ സ്വയം വീണ്ടും വീണ്ടും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്. പ്രത്യേകിച്ച് രാത്രിയിൽ, എല്ലാം ശാന്തമാകുമ്പോൾ, അവരുടെ മനസ്സിന് ഓടാനൊരിടവുമില്ലാത്തപ്പോൾ. നിങ്ങൾക്കിത് അറിയുമായിരിക്കില്ല, പക്ഷേ അവരവരുടെ ഹൃദയത്തിനു ചുറ്റും ശക്തമായ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അവർക്ക് സ്നേഹം വേണ്ടാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ മുറിവേറ്റതോ, വഞ്ചിക്കപ്പെട്ടതോ, നിരാശപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്ന വഴികളിൽ ഉപേക്ഷിക്കപ്പെട്ടതോ ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു. എന്തോ മാറി. അവർ എന്നേക്കുമായി കുഴിച്ചിട്ടിരിക്കുന്നു എന്നവർ കരുതിയ എന്തോ ഒന്ന് നിങ്ങൾ ഉണർത്തി. ഒരു മൃദുത്വം, ഒരു പ്രതീക്ഷ, പലപ്പോഴും പുറത്തുള്ള ആരെങ്കിലും അവരെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വികാരം. പക്ഷേ ഇതാ അവരുടെ ആന്തരിക പോരാട്ടം. ഞാൻ തുറന്നു പറയണോ? ഞാനിത് വിശ്വസിക്കണോ? ഞാൻ ഒരിക്കലും ആരെയും കാണിക്കാത്ത എന്റെ ഭാഗങ്ങൾ ഈ വ്യക്തിയെ കാണാൻ അനുവദിക്കണോ? അവർക്ക് ഈ തീരുമാനം ചെറുതല്ല. ആരെയെങ്കിലും അകത്തേക്ക് കടത്തിവിടുക എന്നതിനർത്ഥം നിങ്ങളെ വേദനിപ്പിക്കാൻ അവർക്ക് ശക്തി നൽകുക എന്നതാണ്. ശ്രമിക്കാതെ തന്നെ നിങ്ങൾ അവരെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായി മാറി. നിങ്ങളുടെ നിശബ്ദത അവരെ ബാധിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവരെ ബാധിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ അവരെ ബാധിക്കുന്നു. നിങ്ങളുടെ അഭാവം അവരെ ബാധിക്കുന്നു. അവർ നിങ്ങളുടെ സംഭാഷണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഊഷ്മളത അനുഭവിക്കുന്നു. അവർ അത്ഭുതപ്പെടുന്നു. അവരാണോ ഞാൻ കാത്തിരുന്നത്? യഥാർത്ഥ പ്രണയത്തിന് എപ്പോഴും ധൈര്യം ആവശ്യമുള്ളതിനാൽ അവർ ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. 2ാമത്തെ തീരുമാനം. ഈ ബന്ധത്തിനായി ഞാൻ പോരാടണോ, അതോ വളരെ ആഴത്തിൽ വീഴുന്നതിനു മുമ്പ് ഞാൻ അകന്നുപോകണോ? ഇതാണ് ഏറ്റവും വേദനജനകമായ തീരുമാനം. അവരിൽ ചിലർ വിധി പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി തോന്നുന്നു. അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ബന്ധം. അവരെത്ര ദൂരം ഓടാൻ ശ്രമിച്ചാലും അവർ തിരികെ വരുന്നു. പക്ഷേ മറ്റൊരു ഭാഗം ഭയം മന്ത്രിക്കുന്നു. ഇത് വേദനിപ്പിച്ചാലോ? ഞാൻ അറ്റാച്ചാകുകയും അവർക്ക് അതേപോലെ തോന്നാതിരിക്കുകയും ചെയ്താലോ? എന്റെ ഹൃദയം നൽകിയതിനു ശേഷം ഞാൻ അവരെ നഷ്ടപ്പെട്ടാലോ? അതുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഒരു ദിവസം അവർ നിങ്ങളോട് അടുത്തതായി തോന്നുന്നു, അടുത്ത ദിവസം അവർ അകന്നുപോകുന്നു. ഒരു നിമിഷം അവർ അനന്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അടുത്ത നിമിഷം അവർ നിശബ്ദതയിലേക്ക് അപ്രത്യക്ഷമാകുന്നു. അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ അവർക്ക് വെറുമൊരു വ്യക്തിയല്ല, അവരുടെ വൈകാരിക ലോകത്തെ മാറ്റാൻ കഴിയുന്ന ഒരാളാണ്. ഈ ബന്ധം ശക്തവും തീവ്രവും മനോഹരവും അപകടകരവുമാണെന്ന് തോന്നുന്നു. അവർ സ്വയം ചോദിക്കുന്നു, ഞാൻ റിസ്ക് എടുക്കണോ, അതോ വളരെ വൈകുന്നതിനു മുമ്പ് ഞാൻ പിന്നോട്ടു പോകണോ? അവർ അകന്നുപോകാൻ ശ്രമിക്കുമ്പോഴും എന്തോ അവരെ തിരികെ കൊണ്ടുവരുന്നു. ഒരു ഓർമ്മ, ഒരു ചിന്ത, ഒരു വികാരം. അവരുടെ ഹൃദയത്തിന് ഇതിനകം ഉത്തരമറിയാം. അവരുടെ മനസ്സ് ഭയപ്പെടുന്നു. തീരുമാനം 3. എനിക്ക് ശരിക്കും എങ്ങനെ തോന്നുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയണോ, അതോ അത് മറച്ചുവെക്കണോ? ഇതാണ് ഏറ്റവും ഭാരമേറിയ തീരുമാനം. അവർ ഇതുവരെ കാണിച്ചതിലും കൂടുതൽ, അവർ പറഞ്ഞതിലും കൂടുതൽ, നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ അവർ നിങ്ങളോട് തോന്നുന്നു. നിങ്ങൾ അവരുടെ ചിന്തകളിൽ, സ്വപ്നങ്ങളിൽ, അവരുടെ ശാന്തമായ നിമിഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഭയം അവരെ പിന്നോട്ട് വലിക്കുന്നു. അവരെന്നെ നിരസിച്ചാലോ? എല്ലാം മാറിയാലോ? എനിക്കവരെ നഷ്ടപ്പെട്ടാലോ? അതിനാൽ അവർ നിശബ്ദത പാലിക്കുന്നു. അവരുടെ വികാരങ്ങൾ ദുർബലമായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഭയം ശക്തമായതുകൊണ്ടാണ്. അവർ സന്ദേശങ്ങൾ എഴുതുകയും ഒരിക്കലും അയക്കാതിരിക്കുകയും ചെയ്യുന്നു.
ഒരിക്കലും സംഭവിക്കാത്ത സംഭാഷണങ്ങൾ അവർ സങ്കൽപ്പിക്കുന്നു. അവരടുത്തു വരുന്നു, പിന്നീട് പിന്നോട്ടു പോകുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരാളെ അവർ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ല. നിലവിലുള്ളത് നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അവരൊരു വഴിത്തിരിവിലാണ്. സത്യം പറയൂ, അല്ലെങ്കിൽ കാലം തീരുമാനിക്കട്ടെ. ഇത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ 3 തീരുമാനങ്ങളും ഒരേ ഒരു കാര്യം മാത്രമാണ് അർത്ഥമാക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ വൈകാരികമായി മുഴുകിയിരിക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. നിങ്ങൾ അവരുടെ ചിന്തകളിൽ, സ്വപ്നങ്ങളിൽ, അവരുടെ ശാന്തമായ നിമിഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഭയം അവരെ പിന്നോട്ട് വലിക്കുന്നു. അവർ സമ്മതിക്കുന്നതിൽ കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങളൊരു ക്ഷണികമായ ചിന്തയല്ല, നിങ്ങൾ താൽക്കാലികമല്ല. മറ്റാരും കൈവശപ്പെടുത്താത്തൊരിടം നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ ഉള്ളിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ സന്ദേശത്തിനായി ആരെങ്കിലും അവരുടെ ഫോൺ പരിശോധിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആശ്ചര്യപ്പെടുന്ന ഒരാള്, നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരു ഭാവി സങ്കൽപ്പിക്കുന്ന ഒരാളെ എന്നിവ നിങ്ങൾ കാണും. നിങ്ങളൊരു യാദൃശ്ചികതയല്ല, നിങ്ങളൊരു അപകടമല്ല. അവരുടെ ആത്മാവ് നിങ്ങളെ തിരിച്ചറിയുന്നു. അതെങ്ങനെ പറയണമെന്നവർക്ക് ഇതുവരെ അറിയില്ല. ഉപസംഹാരം: അവരുടെ ഹൃദയം പതുക്കെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഭയത്തോടെ പോലും, മടിയോടെ പോലും, അമിതമായി ചിന്തിച്ചുകൊണ്ടുപോലും. നിങ്ങൾ ചോദിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവരെ സുരക്ഷിതരാക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാൽ. താമസിയാതെ ഈ തീരുമാനങ്ങളിലൊന്ന് പ്രവർത്തനമായി മാറും. ഒരു കാര്യം വ്യക്തമാണ്: നിങ്ങൾ അവർക്ക് ആഴത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. അവർ കാണിക്കുന്നതിനേക്കാൾ, അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ. അവസാന സന്ദേശം കേൾക്കണം, കാരണം അവസാന സന്ദേശം വളരെ പ്രധാനമാണ്. അതിനാൽ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം സത്യസന്ധത പുലർത്തുക. ഈ സന്ദേശം പരിചിതമായി തോന്നിയോ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഉണ്ടെങ്കിൽ ഇത് യാദൃശ്ചികമല്ല. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിലെ എന്തോ ഒന്ന് ഉണർത്താനാണ്. ചില ആളുകൾ നമ്മളെക്കുറിച്ച് നിശബ്ദമായി, ആഴത്തിൽ, ഒരിക്കലും ഒരു വാക്കുപോലും പറയാതെ ചിന്തിക്കുന്നു. എനിക്കറിയണം, അമിതമായി കരുതുന്നതിനാൽ ആരെങ്കിലും അകന്നുപോകുന്നതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ നിങ്ങൾ ഉള്ളിൽ വികാരങ്ങൾ സൂക്ഷിക്കുന്ന ആളാണോ? ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചെങ്കിൽ അതേ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ബന്ധം മനസ്സിലായെങ്കിൽ എനിക്കിത് തോന്നുന്നു. നിങ്ങളുടെ കഥ മറ്റൊരാൾക്ക് ഒറ്റപ്പെടൽ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. അവസാനം എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, പ്രണയബന്ധങ്ങളിലെ തകർച്ച തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.